ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമായ ഓലനാണ്. വളരെയധികം രുചിയിൽ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം, മറക്കല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനാണ് ഞാൻ എടുത്തേക്കുന്നത് 1/4 കപ്പ് വൻപയറാണ്. 2-3 തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാണ്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പയർ വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുമ്പളങ്ങയാണ്. ഞാൻ ചെറിയൊരു പീസ് കുമ്പളങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുമ്പളങ്ങ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ചൂടായ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ വേകാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എരിവിനാവശ്യമായ 2 പച്ചമുളക് കീറിയിട്ടിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച വൻപയറും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ബാക്കി വന്ന വെള്ളം കൂടി നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. ഇനി ഇതിലേക്ക് തേങ്ങയിൽ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് 2-ാം പാലാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2-ാം പാലിൽ ഈ പയറും കുമ്പളങ്ങയും ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇതിപ്പോൾ നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ 2-ാം പാല് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് 1-ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒന്ന് തിളച്ച് വരട്ടെ. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതിയാകും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് മറക്കുകയോ ചെയ്യരുത്. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഓലനിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരാം. നല്ല അടിപൊളി ഒരു ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.